എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ ഒരു റിലാക്സ് ആകും 2025 മോഡൽ നിസാൻ മാഗ്നറ്റിലെ എൻ കണക്റ്റ് വരുന്നതാണ്. 2,13,000 രൂപ വരെ GST വരുന്നുണ്ട്. നമുക്ക് GST ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന നിസാൻ മാഗ്നറ്റ് ആണ്. ഈ വീട്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നറ്റ് എൻ കണക്റ്റ് വരുന്നതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന എക്സ്റ്റീരിയർ ആണുള്ളത്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീമിനകത്ത് തന്നെ കൊടുത്തിരുന്നു. അത് ചെയ്യാൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം, ഫുൾ ഹാലജനായിട്ടാവുന്നത്. താഴത്ത് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നത് നമുക്ക് ഷോറൂമിൻ്റെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് സിൽവർ കളറുള്ള സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരുന്നു. 205 mm ആണ് മാഗ്നറ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. ഫ്രണ്ടിലെ ഗ്രില്ല് ആംഗിളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരുന്നു. നമുക്ക് നിസാൻ്റെ ലോഗോ കാണാം. ഇനി വശങ്ങളിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ഡയമണ്ട് കട്ട ലെവൽസ് ആവുന്നത്. 205, 65, 16 ടയർ സൈസ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കിലാണ്. നമുക്ക് നിസാൻ്റെ ലോഗോ കാണാം. വശങ്ങളിൽ നമുക്ക് നിസാൻ മാഗ്നറ്റിന് ബാജിങ് ആംഗിൾ കൊടുത്തിരുന്നു. മിറേഴ്സ് ആംഗിളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. അതിനകത്ത് LED ടൈൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൻ്റെ ലുക്ക്. വശങ്ങളിൽ ചുറ്റും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് എസ്യൂവിഷ് ലുക്ക് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. കീലെസ് ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. കീലെസ് സെൻറ്റർ വരുന്നുണ്ട്. കീലെസ് സെൻറ്ററിന് കൂടെ തന്നെ നമുക്ക് വാക്ക് അവേ ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തനിയെ ലോക്ക് ആവുകയും വാഹനത്തിൻ്റെ ദൂരെ പോകുമ്പോൾ തനിയെ ലോക്ക് ആവുകയും ചെയ്തു. ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണുള്ളത്. ടോപ്പിൽ നമുക്ക് റൂഫ് റൈസ് കാണാം, അതൊരു സിൽവർ ഫിനിഷാണുള്ളത്. മാഗ്നറ്റിൽ ഒരു പേരിൽ നമുക്ക് സൺ റൂഫ് പോലെയുള്ള ഫീച്ചേഴ്സൊന്നും നിസാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നമുക്ക് ഷാർപ്പിനടുത്ത് കാണാം. ഇനി ബാക്കിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു മഹീന്ദ്ര മാഗ്നറ്റിലെ എല്ലാ വണ്ടികളുടെ ബാക്കിൻ്റെ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. നമുക്കൊരു ഹാമോൾഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ വാഷർ ഡിഫോഗറുടെ ഗ്ലാസ്സുകളാണുള്ളത്. നിസാൻ്റെ ബാജിങ് ആണ്, മാഗ്നറ്റിൻ്റെ ബാജിങ് കൊടുത്തിരിക്കുന്നു. ടെയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഫുൾ ഹാലജനായിട്ടാണ്. സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാലജനാണ്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെന്റിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളാണ്. ബൂട്ട് ലാമ്പ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് 185/70/14 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻ്റീരിയറിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് സെൻറ്റർ ആംഗിൾ വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാർട്ടിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടങ് ഫുൾ ബ്ലാക്ക് കളറാണുള്ളത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. 4 പൗണ്ടർ കൺട്രോളും ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് എന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോമൻ സെറ്റിലാണ്. മാഗ്നറ്റിൻ്റെ ബാജിങ് കാണാം. സ്പീക്കർ ബില്ലാണ്. ബോട്ടിലോഡസ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റോടെ സീറ്റുകളാണ്. ഇത് മാനുവൽ വേരിയൻ്റ് ആയതുകൊണ്ട് 3 പെഡലുകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനുള്ള താഴോട്ട് കൊടുത്തിരിക്കുന്നു. ഹൂഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെ ഫീച്ചേഴ്സ് ആണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നറ്റ് എൻ കണക്റ്റ് വരുന്നതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ ടെക്ന പ്ലസിൽ ഇവിടെ എല്ലാവരും ഡുവൽ ടങ് കളറും പ്ലസ് സോഫ്റ്റ് ടച്ച് ആണ്. എൻ കണക്റ്റ് വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഒരു ലൈൻ ഫിനിഷ് കാര്യങ്ങളെല്ലാം വാഹനത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ വണ്ടികളും സിമർ സ്റ്റിയറിംഗ് വീലാണുള്ളത്. ലെതർ അബ്ഡോനല്ല നോർമൽ സ്റ്റിയറിംഗ് ആണ്. അത് സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല വശത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും തന്നെ നിസാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പർ ആൻഡ് കൺട്രോൾസും പല വശത്ത് ഹെഡ് ലൈറ്റിംഗ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലുള്ള ഫീച്ചേഴ്സൊന്നും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ട് ഇൻസ്റ്റാഗ്രാം ആണത്. ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അതിനകത്ത് ചെറിയൊരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ, അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫുൾ ഡിസ്റ്റൻസ് ടു ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇനി സെൻട്രലിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നിസാൻ്റെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആർക്കമൈസ് ട്യൂൺ ചെയ്ത മ്യൂസിക് സിസ്റ്റം ആണുള്ളത്. 4 സ്പീക്കർ 2 ട്യൂട്ടർ ആണുള്ളത്. നമുക്ക് USB കണക്ട് ചെയ്ത വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഡീസൻറ്റ് ക്ലാരിറ്റി ആണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ആ അഡാപ്റ്റീവ് ഗൈഡ് ലെൻസോടെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്.
താഴത്ത് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ D4 ബട്ടൺ കൊടുത്തിരുന്നു, ഹസാർഡ് ബട്ടൺ കൊടുത്തിരുന്നു, സെൻറ്റർ ഓക്കേൻ്റെ ഓപ്ഷൻ കാണാം, താഴെ ഓട്ടോമാറ്റിക് ക്ലൗഡ് കൊണ്ടുപോയി യൂണിറ്റ്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ്. നമുക്ക് USB 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു, USB ആയിട്ടുള്ള ഓപ്ഷൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ്. അവിടെ ഫസ്റ്റ് സ്പീഡ് മാനുവൽ ഗിയറിൽ അതാണ് ടോപ്പിൽ നമുക്ക് ഗ്ലോസി ഫിനിഷ് കൊടുത്തിരുന്നു. അതിൻ്റെ ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം, 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം, സെൻറ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ സീറ്റ് കാണുന്നത്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരില്ല, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോഡ് ഡ്രൈവേഴ്സിൻ്റെ സംവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IR-VMs എടുത്തു വരേണ്ട കാരണം ഫ്രെയിംലെസ് ആയിട്ടുള്ള ഓട്ടോ ഡിമ്മിങ്ങുള്ള IR-VMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് കൊടുത്തിരുന്നു. ഡ്രൈവർ സൈഡിലെ സംവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരാൾ തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പടയെല്ലാം ഡുവൽ ടാങ്ക് കളർ കൊടുത്തിരുന്നു. സോഫ്റ്റ് ടച്ച് കാണാം, കൗണ്ടർ കൺട്രോൾ കൊടുത്തിരുന്നു. ഡോർ ഹാൻഡൽസ് ക്രോമസ് സെറ്റാണ്, സ്പീക്കറിൽ ബോട്ടിൽ ഹോൾഡേഴ്സ്. ബാക്കിലേക്ക് ഈസി ബെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരുന്നു. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരുന്നു. സെൻട്രൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹാറ്റ് ആൻഡ് അഡ്ജസ്റ്റേക്ക് നല്ലൊരു ലെഗ് റൂം അന്നേരും കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ ലിവർ തന്നെ പോകും, ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സീറ്റ്സാണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ മോഡ്, അങ്ങനത്തെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് റൈഡ് ആൻഡ് ലെഫ്റ്റ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത്. അങ്ങനത്തെ EMT നമുക്ക് എല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.